രാത്രിയിൽ സ്വല്പസമയം സാക്ഷ്യവും ദൈവവചനവും സംസാരിക്കുവാൻ ഗുഡ് ന്യൂസ് ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ വിജയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ദൈവനാമത്തിൽ അതിനായി ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതിരാജാവും കർത്താവുമായ ദൈവം നമ്മുടെ മധ്യേ വന്നിട്ടുണ്ടെന്ന് എത്ര വിശ്വാസമുണ്ട്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 2 or 3 പേർ അവൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അതിൻ്റെ മധ്യേ താൻ എഴുന്നള്ളുമെന്ന്. അങ്ങനെയെങ്കിൽ വാസ്തവമായിട്ടും ഇന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഹല്ലേലൂയ ദൈവവചനം കേൾക്കുമ്പോൾ, അതേപോലെ തന്നെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ ഈ ദേശത്ത് വ്യാപരിക്കുന്ന ദേശാന്തര ശക്തികൾ, അതിൻ്റെ പോരുകളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറുവാനും ദൈവജനം വിടുവിക്കപ്പെടുവാനും തക്കോണം ഇടയായി തീരണം. ഹല്ലേലൂയ ഇന്ന് രോഗികളായിട്ട് ഇവിടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ രോഗം മാറിയതായി ഹല്ലേലൂയ അവർ ഹല്ലേലൂയ പ്രഖ്യാപിക്കുവാൻ തക്കോണം ഇടയായി തീരണം. അതുപോലെ ഹല്ലേലൂയ ഭൂതഗ്രസ്തരായി വിവിധ വിഷയങ്ങളിൽ ഭാരതത്തിൽ ആയിരിക്കുന്ന ജനമുണ്ടെങ്കിൽ അവരെയൊക്കെയും വിടുവിക്കുന്നതിനായ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അതോർ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഹല്ലേലൂയ പെന്തിക്കോസ് ഐക്യവേദിയുടെ ഹല്ലേലൂയ വാർഷികവും സുവിശേഷ യോഗവുമാണല്ലോ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഹല്ലേലൂയ നാഷണൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ജബി വർഗീസ് പാസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതേപോലെ ഹല്ലേലൂയ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായി, അതേപോലെ ഹല്ലേലൂയ സദസ്സിലായിരിക്കുന്ന കർദാസന്മാർക്കായും ദൈവജനത്തിനായും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഹല്ലേലൂയ ഈ പ്രദേശത്തുള്ള വ്യക്തി തന്നെയാണ്. ഹല്ലേലൂയ നിങ്ങൾക്കെല്ലാവർക്കും എന്നെക്കുറിച്ച് നന്നായി അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഹല്ലേലൂയ ഞാൻ എങ്ങനെയാണ് കർത്താവിലേക്ക് കടന്നു വന്നതെന്ന് ഹല്ലേലൂയ പലർക്കും അറിയത്തില്ലല്ലോ. എന്നാൽ അല്പമായി ഹല്ലേലൂയ അതിനെക്കുറിച്ച് പറയുവാൻ, മൊത്തം പറയണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വേണം. അതുകൊണ്ട് ഹല്ലേലൂയ അല്പമായി അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് ഹല്ലേലൂയ ആത്മാവിൻ്റെ പ്രേരണയുള്ളതിനാൽ ആണ് സംസാരിക്കുവാൻ ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിക്കുന്നത്. ഒരു വചനം വായിക്കുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ ബുദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവരാജ്യം എന്ന് പറയുന്ന വിഷയം അതിപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. പലപ്പോഴും മനുഷ്യന് ഹല്ലേലൂയ ദൈവരാജ്യത്തെക്കുറിച്ചോ അവൻ്റെ ആത്മാവിനെ കുറിച്ചോ ചിന്തയില്ലാത്തവരാണ്. നമ്മൾ ഈ ലോകത്തിൽ പാർക്കുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും ഹല്ലേലൂയ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടതാണ് തൻ്റെ ആത്മാവിനെ കുറിച്ച്. ആത്മാവ് ഹല്ലേലൂയ നമ്മുടെ ഈ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് യാതൊരു വിലയും ഇല്ലാതായിത്തീരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ മരണ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അത് ഡെഡ് ബോഡി എപ്പോൾ വരുമെന്നാണ് ചോദിക്കുന്നത്, അല്ലാതെ ഇന്ന വ്യക്തി എപ്പോൾ വരുമെന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ ഒരു വ്യക്തിയിൽ നിന്ന് അവൻ്റെ ആത്മാവ് വിട്ടുപോയാൽ പിന്നീട് ഹല്ലേലൂയ വെറും ജഡം മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ജഡത്തെ ഹല്ലേലൂയ ഈ 1 ആറടി മണ്ണിൽ അടക്കപ്പെടുന്നു. അത് എത്ര ശ്രേഷ്ഠനായാലും എത്ര ദരിദ്രനായാലും അവരെല്ലാം ഹല്ലേലൂയ അതിൻ്റെ മാന്യമായ രീതിയിൽ അടക്കപ്പെടുകയും അവരെ ഹല്ലേലൂയ അതിനുശേഷം അവരെ അല്പമായി കുറച്ച് ദിവസത്തേക്ക് അവരുടെ വീട്ടിലൊക്കെ അതിൻ്റെ മാനസിക പ്രയാസങ്ങളൊക്കെ കാണും. പിന്നീട് അതൊക്കെ പതുക്കെ പതുക്കെ മാറും. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ വീണ്ടും ജനനമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലായി അവനെ ഹല്ലേലൂയ നഷ്ടപ്പെടുകയല്ല. അവനിവിടെ മരണം സംഭവിച്ചാലും അവനെ ഹല്ലേലൂയ സ്വർഗത്തിൽ അവിടെ ജനനം സംഭവിക്കുകയാണ്. ഇവിടെ ഏറെയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരത്തിൽ ഒരു മരണം സംഭവിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ഒരു ജനനം സംഭവിക്കുകയാണ്. അത് ഹല്ലേലൂയ
ദീർഘവർഷം അല്ലെങ്കിൽ യുഗായുഗം ദൈവത്തോടൊപ്പം വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ തക്കോണമിടിയായി തീരും. നമ്മൾ അതുകൊണ്ട് ഹല്ലേലൂയ പാപം എന്താണെന്നും ദൈവവചനം എന്താണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്നും അത് ചെറിയ ഒരു സന്ദേശം നൽകി എൻ്റെ സാക്ഷ്യം കൂടെ അതിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവജനം പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മുടെ പാപം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കുന്നത് നമ്മൾ കള്ളം പറയുന്നു, നമ്മൾ മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ 10 കൽപ്പന ലംഘിക്കുന്നു, ഇതൊക്കെയാണ് പാപം എന്ന് നമ്മൾ പലപ്പോഴും ഗ്രഹിച്ചു വയ്ക്കാറുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പാപം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പാപം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കൽപ്പനാ ലംഘനം അല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ 32-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം ലംഘനവുമുണ്ട്, പാപവുമുണ്ട്. അപ്പം ലംഘനം എന്ന് പറയുന്നതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ 10 കൽപ്പനകൾ ലംഘിക്കുക, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ കള്ളം പറയുക, മോഷ്ടിക്കുക എന്ന് ഇത്രയും കാര്യങ്ങളെല്ലാം. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഹല്ലേലൂയ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ തക്കോണമിടിയായി തീരണം. ഏതൊരു വ്യക്തിയും തങ്ങളുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി ഏതന്യ പാപം എന്ന് പറയുമ്പോൾ ആദാമും ഹവ്വായും ദൈവവചനം ലംഘിച്ച് അവരെ പാപം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവരെ ഹല്ലേലൂയ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നപ്പോൾ അവർക്കുണ്ടായത് എന്താണ്? അവരെ ഓടി മറയുവാൻ തക്കോണം എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ ഓടി ചെല്ലുന്ന ആദാമും ഹവ്വായും ഓടി മറയുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഓടി മറയുന്ന അവസ്ഥയിൽ അവരെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു കാര്യമാണ് ഒരു യാഗമെന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗമായി തീർന്നത് ഹല്ലേലൂയ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാനാണ്. എന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ മരിച്ചവനായിട്ടാണ് അവൻ ജനിക്കുന്നത് തന്നെ. എന്നാൽ ഈ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ അത് വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ശാപങ്ങൾക്ക് വേണ്ടിയും രോഗങ്ങൾക്ക് വേണ്ടിയും കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നുവെന്ന് നമ്മൾ ഹൃദയംഗമമായി വിശ്വസിച്ച് അത് ഏറ്റുപറയുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് രക്ഷയിലേക്ക് കടന്നു വരുവാൻ, എന്നാൽ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ തക്കോണം ഇടയായി തീർന്ന് നമ്മൾ ആ പാപവും ശാപവും രോഗവും അതിലൂടെ നമുക്ക് മാറിപ്പോകുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ 1956 ഞാൻ ജനിക്കുന്നത്. 1973 വരെ ഞാൻ രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയല്ലായിരുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ സ്ഥലം ഇവിടെ തന്നെയാണ്. എന്നെ അറിയാവുന്നവരെല്ലാം അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പിതാവും മാതാവും ഒക്കെ ഹല്ലേലൂയ മാന്ത്രികവും അതേപോലെ പല വിഷയങ്ങൾ, അല്ലെങ്കിൽ കഞ്ചാവ്, സാരായം ഇതിനൊക്കെ അഡിക്റ്റായിരുന്ന ആൾക്കാരാണ്. എന്നാൽ പുറമേ അവരാരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു. എങ്കിലും എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ എനിക്ക് ഇതിനോടൊക്കെ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നിലവിളക്ക് കത്തിച്ച് സന്ധ്യനാമം ചെല്ലുക എന്നുള്ളതൊരു സ്ഥിരമായിട്ടുള്ള സ്വഭാവമായിരുന്നു. അതുപോലെ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചിട്ട് ഹരിനാമ കീർത്തനം ചെയ്യണം, അങ്ങനെയുള്ളൊരു ഭാവനമായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ എനിക്ക് ദൈവത്തോട് വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞുനാളിലാണ് ഹല്ലേലൂയ AGയുടെ പ്രവർത്തനം. അത് ആദ്യമേ ഈ ഇതിന് തൊട്ടടുത്ത വസ്തുവിലാണ്, പന്നിങ്ങോട്ടുകാരുടെ വസ്തു എന്ന ആ കെട്ടിടത്തിലാണ് AGയുടെ പ്രവർത്തനം ആദ്യം ആരംഭിക്കുന്നത്. അതിനുശേഷം അത് കുരിപ്പള്ളിയിലോട്ട് വന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, അതിന് തൊട്ടടുത്താണ് എൻ്റെ വീട്. അവിടെ വന്നപ്പോൾ ഹല്ലേലൂയ അന്ന് ജോസഫ് ഉപദേശി അത് ശുശ്രൂഷിക്കുന്ന സമയത്ത് പലപ്പോഴും ഹല്ലേലൂയ അവിടുത്തെ ട്രമ്മടിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ പോയി അവരെ ചെറിക്കും. അന്നവിടെ ഈ ചരലിയുണ്ട്, ചെറിയ ചരലിക്കല്ല്, അത് വാരി ഞങ്ങൾ ജനലിലെ കൂടെ എറിയുമായിരുന്നു. എന്നാൽ ജോസഫ് ഉപദേശി പലപ്പോഴും ഞങ്ങളെ വിളിച്ച് വളരെ സന്തോഷമായിട്ടൊക്കെ ഇടപെടുമായിരുന്നു. ഇപ്പോഴും അദ്ദേഹം കർദാസൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അറിവ്. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. അതിനൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാണും. എന്നാൽ ഞാൻ 1973 ഞാൻ ചുരുക്കി പറയാണ്, ദൈവവചന ശുശ്രൂഷയ്ക്കായുള്ള കർദാസന് സമയം വേണമല്ലോ. 1973 ഞാൻ മുഖത്തല MGTHS പഠിക്കുമ്പോൾ അതിനടുത്ത് ഒരു കെട്ടിടത്തിൽ ഒരു പ്രാർത്ഥനാ യോഗം നടക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടെ ഓർത്തഡോക്സിലെ ഒരു ഡി ജോണ്, അതുപോലെ ഒരു തോമസ് ബ്രദർ, അതുപോലെ ദാനിയൽ, ശെരുവളയിലെ കുഞ്ഞുചാൻ്റെ ഒക്കെ അനിയൻ തോമസ്, അങ്ങനെ രാജൻകുട്ടി സാറ്, ഇവരൊക്കെ ആയിരുന്നു ആ പ്രാർത്ഥനാ യോഗം നടത്തിക്കൊണ്ട്. അന്ന് ഓർത്തഡോക്സുകാരുടെ ഇടയിൽ വിടുതൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് കടന്നു വരുന്നവരൊക്കെ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും
ദൈവിക ശുശ്രൂഷയിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതിലൂടെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുവാൻ തക്കോണം ഇടയായിരുന്നത് 1973 ആ സമയങ്ങളിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ അല്പമല്ലാത്ത പ്രശ്നങ്ങളുണ്ടായി. എന്നെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കുരിപ്പള്ളി തന്നെ കുന്നത്തെ ദാനിയൽ സാറിൻ്റെ ഭവനത്തിൽ, അതേപോലെ വാറൂത്തുകാരുടെ വീട്ടിലെ, ഈ വാറൂരല്ല കുരിപ്പള്ളി, അതുപോലെ തന്നെ ഇടയിലെ വീട്ടിലെ ദാനിയൽ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പല ഭവനങ്ങളിലായിട്ടാണ് താമസിച്ചത്. പിന്നീട് ഞാൻ അന്ന് 8ാം സ്റ്റാൻഡേർഡിലായിരുന്നു പഠിക്കുന്നത്, 9ഉം 10ഉം പഠിച്ചത്. അതിനുശേഷം ഞാൻ 1977 ഒരു പുതുപ്പാടി ആശ്രമത്തിൽ ചേരുവാൻ തക്കോണം ഇടയായിരുന്നു. കോഴിക്കോടാണ് പുതുപ്പാടി എന്ന് പറയുന്നത്. അവിടെ നിരണം ഭദ്രാസനാധിപനായിരുന്ന ഒസ്താദ് യോസേഫിനയുടെ കീഴിലായിരുന്നു ആശ്രമം. ആശ്രമത്തിൽ നിൽക്കുമ്പോഴാണ് പെന്തക്കോസ്തൽ ഒരനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് എന്നെ ഇടയാക്കിയത്. ഒസ്താദ് യോസേഫ് എന്ന് പറയുന്ന വ്യക്തി കാലം ചെയ്തു. അദ്ദേഹം അച്ഛനായിരിക്കുന്ന ME ജോർജ് എന്ന് പറയും. അദ്ദേഹം അച്ഛനായിരിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട ആളും സ്ഥാനപ്പെട്ട ആളും അഭിഷേകം പ്രാപിച്ച ആളും ഒക്കെയായിരുന്നു. അദ്ദേഹമാണ് എന്നെ പെന്തക്കോസ്ത് ഫെയ്ത്തിലേക്ക് അത് കടന്നു പോകാൻ തക്കോണം പ്രേരണ തരികയും അതിനെ നിർദ്ദേശിക്കുകയും ചെയ്യുവാൻ തക്കോണം ഇടയായിത്തുന്നത് 1977. എന്നാൽ ഏറെ നാളുകൾ ഞാൻ അവിടെ നിന്നില്ല. ഒരു 79 ആയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് പോരേണ്ടി വന്നു. കാരണം പെന്തക്കോസ്തിൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നീട് അവർ ഹല്ലേലൂയ എന്നെ അവിടുന്ന് പുറത്താക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതിനുശേഷം ഞാൻ ഒരു ജോലിയോടനുബന്ധിച്ച് യോസേഫിന് എനിക്ക് ഒട്ടൻചിത്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജോലി മേടിച്ചു തന്നു. അതിനുശേഷം ആന്ധ്രയിലൊരു ജോലി വാങ്ങി തന്നു. അതിനുശേഷമാണ് ഞാൻ കൊല്ലത്ത് കൊയിലോണയൻ സിസ്റ്റ് ജോലിക്കായി കടന്നു വരുവാൻ തക്കോണം ഇടയായി തന്നത്. ഈ കാലയളവിലൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല നിലയിൽ നടത്തി. അതിനകത്ത് 1-2 വിഷയങ്ങൾ ഞാൻ മുമ്പിലേക്ക് കൊണ്ടുവരാൻ തക്കോണം ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം ഇന്നും ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അങ്ങനെ തന്നെ ചെയ്യും ദൈവമാണ്. ഞാൻ ഹല്ലേലൂയ 9ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉടുപ്പ് നിക്കറുമൊക്കെ കീറി. ഞങ്ങൾക്ക് സാറിന് ഉടുപ്പ് നിക്കറും വാങ്ങിച്ചു. ഞാൻ കൊച്ചു പയ്യനാണ്. ഉടുപ്പ് നിക്കറും വാങ്ങിച്ചു തരുന്നത് മോഹത്തല ക്ഷേത്രത്തിൽ ഉത്സവത്തിനും ഓണത്തിനുമായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എനിക്ക് വാങ്ങിച്ചു തന്നില്ല. ഓണം വന്നപ്പോൾ ഞാൻ വീട്ടിലൊക്കെ ചെല്ലും, എങ്കിലും എനിക്ക് വാങ്ങിച്ചു തന്നില്ല. അപ്പോഴെനിക്ക് വളരെ ഒരു പ്രയാസം തോന്നി. എനിക്കൊരു ഉടുപ്പ് നിക്കറും വേണം. ഞാൻ ഈ കൂട്ടുകാരിലേക്കോ മറ്റ് വീടുകളിലോ എങ്ങനെ പറയും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ഞാനിങ്ങനെ കണ്ണുനീരോടെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ സത്യദൈവം യേശു ക്രിസ്തു ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നു. എന്നാൽ യേശു ആണോ അതോ മറ്റ് ദൈവങ്ങളാണോ എന്നറിയത്തില്ല. അതുകൊണ്ട് എനിക്കൊരു ഉടുപ്പ് നിക്കറും തരണം, അതാണ് യഥാർത്ഥ ദൈവമെന്ന് എൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് ഞാനങ്ങനെ പ്രാർത്ഥിക്കുവാൻ തക്കോണം ഇടയായി തന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭവനത്തിൽ ഒരു സ്ഥലത്ത് ഒരു TV-യുടെ അന്ന് TV ഒന്നും വന്നിട്ടില്ല. ഒരു TV-യുടെ സ്ക്രീനിൽ കാണുന്നവനും ഒരു വെളിപ്പാട് കാണുവാൻ തക്കോണം ഇടയായി തന്നു. ഞാൻ അവിടെ ഇട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ എനിക്കന്ന് സംശയം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ മന്ത്രമൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് എന്തെങ്കിലും തന്ന് എനിക്ക് പ്രശ്നമുണ്ടോ എന്നൊരു സംശയമാണ് എന്നിൽ ഒന്നിച്ചത്. എന്നാൽ പിന്നീട് വീണ്ടും എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ കുണ്ട്ര ആസ്പത്രിയിലേക്ക് കടന്നു പോകാൻ തക്കോണം അവിടെ ചെന്ന മാത്രമേ തന്നെ ഒരാൾ വന്ന് എൻ്റെ ഒരിക്കൽ ബ്രദറിൻ്റെ പേര് എന്നെ ബ്രദർ എന്ന് വിളിക്കും. ഞാൻ കൊച്ചു കുഞ്ഞാണ്. ബ്രദർ എന്ന് ആദ്യമായിട്ട് വിളിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ചോദിച്ചു, വിജയൻ നല്ലേ ആണെന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ കയ്യിലൊരു പൊതി തന്നു. അടുത്തൊരു പൊന്നു ഫാസ്റ്റ് വന്ന് കയറിപ്പോഴാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് ഒരു മുണ്ട്, ഷർട്ടിൻ്റെ തുണി, അന്ന് ഷർട്ട് തയ്ക്കാൻ ഒരു 15 രൂപയൊക്കെ ആവത്തുള്ളൂ. ഈ ഒരു പൊതി തന്നിട്ട് അദ്ദേഹം പോയി. വാസ്തവത്തിൽ എൻ്റെ വിശ്വാസ ജീവിതത്തെ മുമ്പോട്ട് നടത്തിയത് അതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നാം ഏത് കാര്യം പ്രാർത്ഥിച്ചാലും ദൈവം തൻ്റെ ദൂതനെ അയച്ച് അത് തരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ബോധ്യപ്പെടുത്തി. എത്രയോ വിശ്വാസമുണ്ട്. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ പിന്നീട് ഹല്ലേലൂയ മുന്നോട്ട് പോകുന്നതിന് എനിക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹല്ലേലൂയ പിന്നീടുള്ള ജീവിതത്തിൽ ഞാൻ കൊല്ലത്ത് വന്നതിന് ശേഷം പിന്നീട് ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ പല അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. 1, 2, 3 അത്ഭുതങ്ങൾ മാത്രം പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞങ്ങളുടെ വീട്ടിൽ കിണറ്റിൽ വെള്ളമില്ലായിരുന്നപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളും മറ്റ് സഹോദരങ്ങളും ഒക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ച് കിണറ്റിൽ വെള്ളം വരുത്തിയാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അമ്മയുടെ പറഞ്ഞു ഒരു മൊത്തം വെള്ളം കൊണ്ടുവരാൻ. വെള്ളം കൊണ്ടുവന്നു. അത് പ്രാർത്ഥിച്ച കിണറ്റിൽ ഒഴിച്ചു. അതിനുശേഷം ആ കിണറ്റിൽ അന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് 2 തൊടി വെള്ളം ഉണ്ടാകുവാൻ ഇടയായിരുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
എത്രയോ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങളുടെ ഭവനത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ 50 രൂപയ്ക്കൊക്കെ ഞങ്ങളുടെ അമ്മ പറയാൻ തൊക്കെ വേണ്ടിയായി തീർന്നു. വിജയനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ മതിയെന്ന് പറയും. അങ്ങനെയാണ് ഹല്ലേലൂയ. അതിനുശേഷം എൻ്റെ മാതാവിന് അന്ന് 66 വയസ്സുണ്ട്. 89ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ആ സമയത്ത് 66ാമത്തെ വയസ്സിൽ വരെയും 13 വയസ്സ് തൊട്ട് 66 വയസ്സ് വരെ ഒരു രോഗമുണ്ടായിരുന്നു. ആ രോഗം പെട്ടെന്ന് ബോധക്കേട് വരും, മറിഞ്ഞു വീണ്ട് മരിക്കുന്നോണം കിടക്കും. 2 മണിക്കൂർ വരെ കിടന്നിട്ട് പിന്നീട് നമ്മുടെ ശരീരത്ത് നമ്മൾ അന്ന് ഈ മണൽ വാർത്ത് കിഴി കെട്ടി എല്ലാവർക്കും അത് ദേഹത്ത് ഇട്ടിട്ടാണ് അത് ജീവൻ പ്രാപിക്കുന്നോണം വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഹല നീ പോയി പ്രാർത്ഥിച്ചാൽ ഉടനെ വിടുതൽ വരുമെന്ന്. ഞാൻ അവിടെ കടന്നു. എൻ്റെ മാതാവാണ്. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഈ സ്ത്രീയുടെ മേലുള്ള ഹല്ലേലൂയ ദുരാത്മാവ് വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വിടുതൽ പ്രാപിപ്പാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ആണ് ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് മുന്നോട്ട് വരുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. അങ്ങനെ അതിന് ശേഷം അനേക ഹല്ലേലൂയ ഭൂതങ്ങൾ വിട്ടുപോകുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും ഒക്കെ കാണുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഞങ്ങളുടെ കൊച്ചു കൂട്ടായ്മയിൽ തന്നെ ഹല്ലേലൂയ ക്യാൻസർ ബാധിച്ച് സൗഖ്യം വന്നവരുണ്ട്. അതുപോലെ ഹല്ലേലൂയ ഭൂതങ്ങൾ വിട്ടുപോയി, അതുപോലെ വിവിധങ്ങളായ രോഗങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അത്ഭുതകരമായിട്ടാണ് ഞങ്ങളെ നടത്തുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. 1985 5ആകുമ്പോഴത്തേക്ക് സുവാർത്ത എന്ന് പറയുന്ന ഒരു ലൈബ്രറി കുരിപ്പള്ളിയിൽ സ്ഥാപിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ആ ലൈബ്രറിയിലൂടെ അനേകർ മുന്നോട്ട് കടന്നു വരികയും ഹല്ലേലൂയ അത് പിന്നീട് ആ ലൈബ്രറി ലൈബ്രറിയുടെ പ്രവർത്തനത്തിലൂടെ അതൊരു ചർച്ചയായി തീരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെയാണ് ഇവിടെ ക്രിസ്ത്യൻ ഗുഡ് ന്യൂസ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ടാകുന്നത്. ഒരിക്കലും എന്തെങ്കിലും പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല ഈ ചർച്ച ഉണ്ടാകുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവം ഓരോ ദിവസങ്ങളിലും തരുന്ന പരിശുദ്ധാത്മാവ് തരുന്ന ഗൈഡൻസ് അനുസരിച്ചാണ് പോകുന്നത്. അവിടെ അനേകർ കടന്നു വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാറുണ്ട്. ഒരിക്കലും ഞങ്ങൾ അവരെ ചർച്ചിലോട്ട് ക്ഷണിക്കാറില്ല. നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, രോഗങ്ങളോ ഭാരങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കടന്നു വരാം. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വിടുതൽ ഹല്ലേലൂയ ദൈവം തരും. ദൈവമാണ് വിടുതൽ തരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ചർച്ചിൽ വരണമെന്നൊന്നുമില്ല. ഒരു സഭ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സമൂഹം ഉണ്ടാക്കുവാനോ ഒന്നുമല്ല ഞങ്ങളിത് ആരംഭിച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സാക്ഷ്യം പറയുന്നത് തന്നെ ഹല്ലേലൂയ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1:8 ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഹല്ലേലൂയ പെട്ടെന്ന് നമ്മൾ എങ്ങനെയാണ് സുവിശേഷത്തിലേക്ക് മറ്റുള്ളവരോട് പറയേണ്ടത്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹല്ലേലൂയ നമ്മുടെ യെരൂശലേം എന്ന് പറയുന്നത് ഹല്ലേലൂയ എൻ്റെ സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഈ കുരിപ്പള്ളിയിലാണ് നമുക്ക് ശക്തി ലഭിച്ചാൽ ആദ്യം യേശുവിനെ കുറിച്ച് പറയേണ്ടത്. അങ്ങനെയാണ് യേശുവിനെ കുറിച്ച് പറയുവാൻ തക്കോണം ഇടയായി തീർന്നത്. അതിനുശേഷം നമ്മുടെ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഈ ക്രിസ്ത്യൻ ഗുഡ് ന്യൂസ് ചർച്ചിൻ്റെ തന്നെ 6 പ്രവർത്തനങ്ങൾ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഹല്ലേലൂയ അവിടെ എല്ലാം ചർച്ചകൾ ഉണ്ടാകുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. ഞങ്ങളുടെ ചർച്ച് ഒരിക്കലും എന്തെങ്കിലും ഹല്ലേലൂയ ധനാപകരണത്തിന് അല്ലെങ്കിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും സംഭാവന വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഹല്ലേലൂയ സഭയിൽ നിന്ന് തന്നെ പിരിവെടുത്തല്ല പോകുന്നത്, വിശ്വാസത്താൽ പോകുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് ഹല്ലേലൂയ കർത്തദാസനെ ഹല്ലേലൂയ ദൈവനെ സൃഷ്ടിക്കായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹല്ലേലൂയ ഓരോരുത്തരും ഈ ദിവസങ്ങൾ ക്രിസ്ത്യൻ ഗുഡ് ന്യൂസ് ചർച്ചിനെയും ഹല്ലേലൂയൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ നടത്തേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനനുസരിച്ചാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ദേശത്ത് ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ സുവിശേഷ യോഗങ്ങൾ നടത്തുന്നത് ഹല്ലേലൂയ ഒരിക്കലും എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയിട്ടല്ല. ഈ സുവിശേഷത്തിലൂടെ നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മാക്കൾ ഹല്ലേലൂയ വീണ്ടും ജനനം പ്രാപിക്കണം. ഈ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹല്ലേലൂയ രോഗത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും ശാപത്തിൻ്റെ മേലും ജയം എടുക്കുവാൻ തക്കോണം ഇടയായിത്തീരും. അതുകൊണ്ട് പാപത്തെയും ശാപത്തെയും രോഗത്തെയും ജയിക്കുന്നതിനായ ശക്തി ഹല്ലേലൂയ നമ്മുടെ മേൽ പകരുന്ന ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്കടുത്തെല്ലാം ഹല്ലേലൂയ എത്രയോ സന്തോഷിക്കുന്നു. രോഗത്താലെ ഭാരത്താലെ പ്രശ്നത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹല്ലേലൂയ ഈ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നാൽ ദൈവം നിങ്ങളുടെ ആത്മാവിന് രക്ഷ നൽകുക മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിൻ്റെയും രോഗങ്ങളും ഭാരങ്ങളും മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ
ജെഫി വർഗീസ് സാറിനോടും മറ്റു പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ